തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു. സൗഖ്യദായകനായി ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു. സൗഖ്യദായകനായി ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആരാധനയുടെ നിമിഷങ്ങളിലാണ് നാം എല്ലാവരും. ദിവ്യകാരുണ്യനാഥൻ നമ്മോടൊത്തായിരിക്കാൻ, നമ്മുടെ വേദനകളിലായിരിക്കാൻ, നമ്മുടെ രോഗങ്ങളിലായിരിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളിലായിരിക്കാൻ, നമ്മെ നവീകരിക്കാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ യേശുവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് അല്പസമയം യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കർത്താവെ ഞങ്ങളെ അഭിഷേകമുള്ള വ്യക്തികളാക്കി മാറ്റണമേ. ത്രിത്വത്തിന്റെ മൂന്നാം ആളായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ വിശുദ്ധ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന നിലപാടുകളിലേക്ക് ഈശോയും കടന്നു വരണമേ. ശക്തി നൽകണമേ, ധൈര്യം നൽകണമേ, സാക്ഷി ജീവിതം നയിക്കുന്ന അനുഗ്രഹം നൽകണമേ. അഭിഷേകമുള്ള വ്യക്തികളാക്കി ഞങ്ങൾ മാറ്റണമേ. ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ആത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. Praise the Lord. 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 Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഈ ആരാധനാ സമയം നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് ഈശോയുടെ ആധികാരികതയെക്കുറിച്ച് തന്നെയാണ്. ഈശോയുടെ ആധികാരികത മറ്റുള്ളവരിൽ നിന്ന്, മറ്റ് നേതാക്കന്മാരിൽ നിന്ന്, മറ്റ് രാജാക്കന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളതായിരുന്നു. അതിൻ്റെ സുവിശേഷ പശ്ചാത്തലമായി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കഫർനാമിലേക്ക് പോകാം. നമ്മുടെ മനസ്സിലേക്ക് ആ കഫർനാം ഒന്ന് കൊണ്ടുവരാം. അവിടെ പിശാച് ബാധിതനായ വ്യക്തിയുണ്ട്. ആ പിശാച് ബാധിതനെ ഈശോ കാണുമ്പോൾ, ഈശോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സിനഗോഗിലായിരിക്കുമ്പോൾ പിശാച് ബാധിതൻ 2-3 കാര്യങ്ങൾ ഈശോയോട് പറയുന്നുണ്ട്. പിശാച് ബാധിതനായ വ്യക്തി ഈശോയോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അദ്ദേഹം രണ്ടാമതായി പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പിശാചുകൾ പോലും, പൈശാചിക ശക്തികൾ പോലും തിരിച്ചറിഞ്ഞതായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ആധികാരികത. നാരികീയ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു യേശുവിൻ്റെ ജീവിതശൈലി. യേശുവിൻ്റെ ആധികാരികതയുടെ പ്രത്യേകതകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ കഫർനാമിൽ പിശാച് ബാധിതൻ അവൻ്റെ എല്ലാ അസുഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം മൊത്തം പറയുന്നുണ്ട്, 27-28 തിരുവചനങ്ങളിൽ, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനമോ? അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അശുദ്ധാത്മാക്കൾ അവൻ്റെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ജനക്കൂട്ടം അത്ഭുതപ്പെടുകയാണ്. നാരകീയ ശക്തികളുടെ മേലുള്ള, പൈശാചിക ശക്തികളുടെ മേലുള്ള, തിന്മയുടെ മേലുള്ള യേശുവിൻ്റെ ആധിപത്യം കണ്ടുകൊണ്ട്, യേശുവിൻ്റെ ആധികാരികത കണ്ടുകൊണ്ട്, യേശുവിൻ്റെ ആജ്ഞാശക്തി അനുഭവിച്ചുകൊണ്ട്. ഈ ആധികാരികതയ്ക്ക് 2-ാം ഭാഗമുണ്ട്. കർത്താവിന് മാത്രമാണോ ഈ ശക്തിയുള്ളത്? തീർച്ചയായും കർത്താവിന് ശക്തിയുണ്ട്. കർത്താവ് ശക്തിയുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷകനായ കർത്താവിനെ ആരാധിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ശക്തിയുണ്ടോ? ചിലപ്പോഴെങ്കിലും വിശ്വാസികളൊക്കെ അച്ഛനോട് ചോദിക്കാറുണ്ട്, അച്ഛ, നിങ്ങൾ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ മെത്രാൻ്റെ കൈവെപ്പ് വഴി അഭിഷേകം ലഭിച്ചവർക്ക് മാത്രമാണോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളത്? ഞാൻ പറയും, എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച്, ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച് വിവിധങ്ങളായ കുദാശകളിലൂടെ, മാമോദിസ തുടങ്ങി വിവിധങ്ങളായ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതപൂർവമായിട്ടുള്ള അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും ഒഴുകുകയാണ്. നമ്മളൊക്കെ അത് തിരിച്ചറിയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പസ്തോല പ്രവർത്തനം അച്ഛൻ വീണ്ടും നിങ്ങളെ സുന്ദര കവാടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 3-ാം അധ്യായത്തിൽ സുന്ദര കവാടത്തിൽ ജന്മന മുടന്തനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പത്രോസും ശിഷ്യന്മാരൊക്കെ കടന്നു പോകുമ്പോൾ ബഹളം വയ്ക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി. കാരണം പത്രോസിനെ കുറിച്ച് അദ്ദേഹം കേട്ട് കാണണം. പത്രോസ് അവനോട് തിരിച്ചു പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന്. പിന്നീട് അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിലൂടെ ഒരു തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, പത്രോസിൻ്റെ ഒക്കെ നിഴലെങ്കിലും കൊണ്ട് തട്ടുന്നതിന് വേണ്ടി നിരവധി രോഗികളെ കൊണ്ടുവന്നതും അവരൊക്കെ അത്ഭുതപൂർവമായി തങ്ങളുടെ രോഗങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം നേടി തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോയതും. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരിലും, ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരിലും, അഭിഷേകം ചെയ്യപ്പെട്ട എല്ലാ വ്യക്തികളിലും, പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലും, വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളിലും, വിവിധ കൂദാശ പരികർമ്മത്തിലൂടെ, വിവിധ കൂദാശ സ്വീകരണത്തിലൂടെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ ഈ അഭിഷേകമുണ്ട്.
നമുക്കും നാരികീയ ശക്തികളെ എതിർക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാനൊരു CMI സഭാ വൈദികനാണ്. CMI സഭ സ്ഥാപിക്കപ്പെട്ടത് വിശുദ്ധ ചാവറ പിതാവിനാലാണ്. വിശുദ്ധ ചാവറയച്ചൻ. വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കുർബാന പുസ്തകം എടുത്തു പൊക്കാൻ കായബലം ഇല്ലാതിരുന്ന സമയത്ത് പോലും കുർബാനയിൽ ശുശ്രൂഷിച്ചിരുന്നു, എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയുള്ള വിശുദ്ധ ചാവറയച്ചൻ സന്യസ്തർക്ക് വേണ്ടി ഒരു സന്യാസ ഭവനം വിഭാവനം ചെയ്തപ്പോൾ മാന്നാനത്ത് അദ്ദേഹം സ്വപ്നം കാണുന്ന ഭവനത്തിന് അദ്ദേഹം പേര് കൊടുക്കുന്നത് ബേസ്രൗമ എന്നാണ്. ബേസ്രൗമ എന്ന പദത്തിൻ്റെ അർത്ഥം ഉന്നതങ്ങളിൽ പണിയപ്പെട്ട ഭവനം, മറ്റുള്ളവരെ വിസ്മയിപ്പിക്കേണ്ട ഭവനം. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട്, ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോടു കൂടെ ചരിക്കുന്ന ഉന്നത ചിന്തകളോടുകൂടെ ആധ്യാത്മിക നിലപാടുകളോടുകൂടെ താമസിക്കുന്ന ഒരുപാട് വ്യക്തികൾ താമസിക്കേണ്ട ഭവനം. അങ്ങനെയുള്ളൊരു അർത്ഥതലത്തിലേക്കാണ് ബേസ്രൗമ ഈശോ എന്നുള്ള സ്വപ്നത്തെ വിശുദ്ധ ചാവറ പിതാവ് കൊണ്ടുപോകുന്നത്. വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവഹിതം നടക്കും, ദൈവഹിതം നടത്തും എന്നാണ്. ദൈവഹിതം നടക്കുമെന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്താലും ദൈവഹിതം മാത്രമേ നടക്കുകയുള്ളൂ. എപ്പോഴും ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള അർത്ഥം. രണ്ടാമത്തേത്, ദൈവഹിതം നടത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവഹിതം നടക്കുന്നതിന് വേണ്ടി കച്ചകെട്ട് ഇറങ്ങണം. ബുദ്ധിമുട്ടുകളുണ്ടാകാം, സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറിയേക്കാം, പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി കച്ചകെട്ടി ഇറങ്ങുന്ന ചാവറയച്ചൻ. അങ്ങനെയുള്ള ചാവറയച്ചനെ പറ്റി ചരിത്രകാരന്മാർ ചാവറയച്ചൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 2 സ്ഥലങ്ങളിൽ ചാവറയച്ചൻ അന്വേഷിച്ചാൽ മതിയെന്നാണ്. ഈ 2 സ്ഥലത്ത് അന്വേഷിച്ചാൽ പൊതുവെ ചാവറയച്ചനെ കാണാമായിരുന്നത്രേ. ഒന്നാമത്തേത് പള്ളിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ. ദിവ്യകാരുണ്യ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചാവറയച്ചൻ. രണ്ടാമതായി ചാവറയച്ചൻ അവിടെ അന്വേഷിച്ച് കണ്ടില്ലെങ്കിൽ സാധാരണയായി വീണ്ടും അന്വേഷിക്കേണ്ടത് സിമിത്തേരിയിലാണത്രേ. മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണത്തിലെ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചാവറയച്ചൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച നമുക്കെല്ലാവർക്കും കർത്താവിൽ നിന്ന് ഈ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടശക്തികളെ, നാർഗീയ ശക്തികളെ ചെറുക്കുന്നതിനും എതിർക്കുന്നുള്ള അധികാരം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നല്ല വാക്ക് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ നല്ല വ്യക്തിത്വങ്ങളായി തീരുകയാണ്, അഭിഷേകമുള്ള വ്യക്തികളാണ്. ഞാനൊരു സ്കൂളിലാണ് സേവനം ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലും KG ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അച്ഛാ, KG കുട്ടികൾക്ക്, LKG UKG കുട്ടികളിൽ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വർക്ക് ബുക്കിൽ ചുമ്മാ 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ കൊടുത്ത് ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മുഖത്ത് സന്തോഷം കാണണം. നമുക്കെല്ലാവർക്കും ഈ പോസിറ്റീവ് എനർജി നമ്മുടെ കയ്യിലുണ്ട്, ദൈവം നൽകിയിട്ടുണ്ട്, ദാനമായി നൽകിയിട്ടുണ്ട്. ഈ ആരാധനാ സമയം നമ്മുടെയൊക്കെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നതിനും സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അഭിഷേകമായി തീരുന്നതിനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഞാനും നീയും തീരുമാനമെടുത്താൽ നമ്മളൊക്കെ നാരകീയ ശക്തികളെ എതിർക്കുന്ന, പൈശാചിക ശക്തികൾക്ക് മേലെ നിൽക്കുന്ന ആധികാരികതയുള്ള വ്യക്തികളായിത്തീരും. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, ഞങ്ങളുടെ അസ്വസ്ഥതകളിലേക്ക്, ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളിലേക്ക്, ഞങ്ങളുടെ തെറ്റുകളിലേക്ക്, ഞങ്ങളുടെ ദുശീലങ്ങളിലേക്ക്, ഞങ്ങളുടെ തെറ്റായ പ്രവണതകളിലേക്ക് കടന്നു വരണമേ. നാരകീയ ശക്തികളെ എതിർക്കാൻ, ദുഷ്ടാത്മാക്കളെ എതിർക്കാൻ ഈശോയെ, ദിവ്യകാരുണ്യമായ ഈശോയെ, കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആരാധനാ സമയം ഈശോയോടുകൂടെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. പ്രിയമുള്ളവരെ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മർക്കോസിന്റെ സുവിശേഷമാണ് നമ്മൾ കണ്ടത്. 1-ാം അധ്യായത്തിലെ
21 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കിയത്. പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോ. അവിടെ ജനക്കൂട്ടം വിസ്മയഭരിതരായി തീരുന്നുണ്ട്. അവർ വിസ്മയഭരിതരായി തീരുന്നത് കർത്താവിൻ്റെ ആജ്ഞയുടെ ശക്തി കൊണ്ട് ദുഷ്ടാത്മാക്കൾ ഒതുങ്ങിപ്പോകുന്നതും ഈ പൈശാചിക ശക്തി പോലും കർത്താവ് നസ്രായനായ യേശു ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഏറ്റുപറയുന്നതും ഒക്കെ കാണുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് ഈ ശക്തി ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, നല്ല മക്കളായി തീരുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ അഭിഷേകമുള്ള വ്യക്തികളായി തീരുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. ഈശോയെ, ഞാൻ ഒരുപാട് എൻ്റെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയെ അവരൊക്കെ പ്രായം കൂടിയവരാണ്, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. തെറ്റിപ്പോയി ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ നിന്ന് നമുക്ക് പാടാം പാപബോധവും പശ്ചാത്താപവും. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ എന്തിനാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ്. ഒന്ന്, തന്നോടുകൂടെ ആയിരിക്കാൻ. രണ്ടാമത്തേത്, അവരെ പ്രസംഗിക്കുന്നതിനായി അയക്കാൻ. മൂന്നാമത്തേത്, പിശാചുകളെ പുറത്താക്കാൻ. ഒരു നല്ല വ്യക്തിക്ക്, ഒരു സത്യക്രിസ്ത്യാനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെയുണ്ട്. നീ ആദ്യം കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കണം. കർത്താവിനോട് കൂടെ ആയിരിക്കുക. യേശുവിൻ്റെ സുവിശേഷം നീ ആയിരിക്കുന്ന മേഖലകൾ, നിന്റെ കുടുംബജീവിതത്തിലായാലും നിന്റെ പ്രവർത്തന മേഖലകളായാലും നിന്റെ ജോലി സ്ഥലത്തായാലും പ്രഘോഷിക്കുക. അങ്ങനെയൊക്കെ നീ ചെയ്യുമ്പോൾ തീർച്ചയായും നാരികീയ ശക്തികൾ എതിർക്കുന്നതിനുള്ള അഭിഷേകം നിനക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ കാരണം മറ്റുള്ളവരെ വേദനിപ്പിച്ച നിന്റെ സുഹൃത്തായിരിക്കാം, നിന്റെ കുടുംബാംഗങ്ങളായിരിക്കാം, നിന്റെ ജോലിസ്ഥലത്തെ വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള നിമിഷങ്ങളൊന്ന് ഓർത്തെടുക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാടാം പാപബോധവും പശ്ചാത്താപവും. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാ. പിശാച് ബാധിതനിൽ നിന്ന് ഈശോ പൈശാചിക ശക്തികളെ പുറത്താക്കുമ്പോൾ ജനക്കൂട്ടം വിസ്മയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതെന്ത് അധികാരത്തോടു കൂടെയുള്ള പുതിയ പ്രബോധനമോ എന്ന്. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ആശ്രയിച്ചു. ഈശോ കടലിനോട് കാറ്റിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. എത്രയോ രോഗികളെയാണ് ഈശോ തൻ്റെ വാക്കുകൊണ്ട് ശക്തിപ്പെടുത്തുന്നത്. മരിച്ചുപോയ ലാസറിനെ 3-ാം ദിവസം ഈശോ ഉയർപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ മരണശേഷം ശതാധിപൻ അവിടെ അരങ്ങേറിയ എല്ലാ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വ്യക്തി പറയുന്നുണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു കേട്ടോ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വാഴ്ത്തായിരുന്നു ഈശോയുടെ ജീവിതം. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സകല തിന്മകളെയും ചെറുക്കുന്നതിനുള്ള ശക്തി ഈശോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും നാരികീയ ശക്തികളെ എതിർക്കുന്നതിനും നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കൊണ്ട്
മറ്റുള്ളവരെയൊക്കെ നേടുന്നതിനും സാധിക്കുന്നത്ര കുറ്റം പറയുന്നത് ഒഴിവാക്കുന്നതിനും മറ്റുള്ളവരിലെ നന്മ കാണുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽപ്പക്കക്കാരെ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി പാടാം. പാപബോധവും പശ്ചാത്താപവും. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. ആരാധനയുടെ സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പരിശുദ്ധമായ ശരീരത്താലും ദിവ്യമായ രക്തത്താലും നമ്മെ വീണ്ടെടുത്തവനാണ് നമ്മുടെ രക്ഷകൻ. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ചാട, നമ്മുടെ ഡെസിഗ്നേഷൻ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എളിമയോടുകൂടെ കർത്താവിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. നമ്മുടെ ഇരുകരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ച് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്ത, തെറ്റിപ്പോയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നതോടൊപ്പം ഈ സമാപന ആശീർവാദ സമയത്ത് ഈശോയെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന. യേശുവേ 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.